ഇത്രയൊക്കെ തന്നെ ഉള്ളടോ ബൊട്ടീക്ക് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ആരും പറഞ്ഞു തരില്ലെന്ന് മാത്രം. തയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. എംബ്രോയ്ഡറി അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു നല്ലൊരു നെക്ക് പാറ്റേൺ ചെയ്തെടുക്കാം. എംബ്രോയ്ഡറി മെഷീനും വേണ്ട കേട്ടോ, നമ്മൾ നോർമൽ മെഷീനിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ക്യാൻവാസ് മസ്റ്റാട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നെക്ക് പാറ്റേൺസ് മെയിനായിട്ട് ചെയ്തെടുക്കുമ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഫോർ ദ ഫിനിഷിങ്. ഇതൊക്കെയാണ് ബൊട്ടീക്ക് ഫിനിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതിനൊരു ബോക്സ് ടൈപ്പ് നമുക്കൊരു ഹോളോ ആക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും കഠിന പരിശ്രമം കേട്ടോ. കുറച്ച് മെനക്കെടേണ്ട കൂടെ വരും കേട്ടോ ഈ ബൊട്ടീക്ക് ഫിനിഷിംഗ് പ്രൊഫഷണൽ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അതായത് ഈ പറയുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഡ്രസ്സ് തയ്ക്കാൻ നമുക്ക് ഇത്രയും ഫിനിഷിംഗ് വേണമെന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹെസിറ്റേഷൻ തോന്നുമെങ്കിലും ചെയ്ത് നോക്കൂ, അതിൻ്റെ റിസൾട്ട് അൾട്ടിമേറ്റ് ആയിരിക്കും. ഇതെൻ്റെ വാക്കാണ്. കാരണം ഞാൻ ഒരിക്കലും തയ്ക്കാൻ പഠിക്കാൻ പോയിട്ടില്ല. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ തന്നെ കൈത്തുന്നൽ ചെയ്തിട്ട് ഒരു 8ാം ക്ലാസ് മുതലൊക്കെ ഞാൻ എനിക്ക് വേണ്ട ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങി തോന്നുന്നു. അപ്പം മെഷീൻ വാങ്ങിക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊക്കെയല്ലേ എല്ലാവരും അത് വ്ളോഗാക്കിയൊക്കെ ഇട്ട് പണം സമ്പാദിക്കുന്നത്. ഞാനൊരു 90 കിഡാണേ. അപ്പം ഇപ്പം 27 വയസ്സായി. ഞാനൊരു 13ാമത്തെ വയസ്സിലൊക്കെ എങ്ങാണ്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി തയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 90 കിഡ്സിന് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്, സ്കൂളിൽ പോകുമ്പം 2 യൂണിഫോം, അത് ആരുടെയെങ്കിലും പഴയതായിരിക്കും. വീട്ടിൽ വന്നാൽ ഇടാനുള്ളത് ഏറ്റവും പഴയ 2 യൂണിഫോം ആയിരിക്കും. അങ്ങനെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ തയ്ക്കാനുള്ളൊരു ഇൻറ്റൻസിറ്റി വന്ന് തുടങ്ങിയത് കേട്ടോ. ഇല്ലായ്മയിൽ നിന്നാണ് പഠിക്കാനുള്ളത്. കറക്റ്റാണ്. നമ്മളുടെ ഡിസ്കംഫേർട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. വീട്ടിൽ ആ സമയത്തൊന്നും വേറെ ആരും തയ്ക്കില്ലായിരുന്നു. ഞാനെങ്ങനെ തയ്ക്കാൻ തുടങ്ങിയെന്ന് എനിക്കും ഒരു പിടിയില്ല. പക്ഷെ എനിക്കിഷ്ടമായിരുന്നു. പഴയ തുണികൾ പിരിച്ച് നോക്കിയിട്ട് വീണ്ടും അതേപോലെ തന്നെ കൈ കൊണ്ട് തുന്നി വയ്ക്കും. കാരണം വേറെ ഡ്രസ്സ് ഇടാനില്ല. പിരിച്ച് വെച്ച അമ്മയുടെ അടുത്ത് നിന്ന് വിറക് ഉള്ളതുകൊണ്ട് തല്ല് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്തതാണ്. സോറി, വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ ഈ ചെയ്യുന്ന പോലൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റ് ആയി പോകും. ഞാൻ നമ്മുടെ അവസ്ഥ പറഞ്ഞതാണേ. പിന്നെ വളരെ സിമ്പിളാട്ടോ, നിങ്ങൾ ചെയ്ത് ശീലിക്കൂ. നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ശീലിക്കണം കേട്ടോ. നിങ്ങളുടെ ക്ലയൻസിനെ കൂട്ടാനും പറ്റും. അതേപോലെ തന്നെ കുറച്ച് VIP ക്ലയൻസിനെ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. സോ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റ്, നിങ്ങളുടെ മാർക്കറ്റിങ്ങും കൂട്ടാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ട് കുർത്ത സെറ്റ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റയിൽ കയറിയിട്ട് ഒന്ന് DM ചെയ്താൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. താങ്ക് യു.